ഹരേ കൃഷ്ണ. എന്താണ് ലളിതാ സഹസ്രനാമം? ലളിതാ സഹസ്രനാമം എന്നാൽ ദിവ്യമാതാവായ ലളിതയെ ആരാധിക്കുന്നതിനുള്ള ഒരു പുണ്യഗ്രന്ഥമാണ്. ശ്രീ ലളിതാ പരമേശ്വരി അഥവാ ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ 1000 തിരുനാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. സഹസ്രം എന്നാൽ 1000, നാമം എന്നാൽ പേര്. അങ്ങനെ ദേവിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്രമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം പറഞ്ഞിരിക്കുന്നത്. കുതിരയുടെ തലയുള്ള വിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അറിവിൻ്റെ കലവറയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഹയഗ്രീവൻ അദ്ദേഹത്തിന് ലളിതാദേവിയുടെ 1000 പുണ്യനാമങ്ങൾ ഉപദേശിച്ചു. മഹാമുനിയായ വ്യാസമഹർഷിയാണ് ഇത് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. ലളിതാദേവിയുടെ നിർദ്ദേശപ്രകാരം വാഗ്ദേവതകൾ രചിച്ച ഏക സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം ഉണ്ടാവാനിടയായ കാരണം എന്താണെന്ന് ഹയഗ്രീവമൂർത്തി പറയുന്നു. അതായത്, ഒരിക്കൽ ലളിതാ പരമേശ്വരി തന്നെ തൻ്റെ ഭക്തരായ ആളുകൾക്ക് എപ്പോഴും ജപിക്കാൻ വേണ്ടി തൻ്റെ മഹാത്മ്യങ്ങളെ പറ്റി പറയുന്ന 1000 നാമങ്ങൾ രചിക്കാൻ വേണ്ടി വശിന്യാദി വാഗ്ദേവതകളോട് പറഞ്ഞു. അപ്രകാരം ഈ വാഗ്ദേവതകൾ അതീവ രഹസ്യ മന്ത്രങ്ങളടങ്ങിയ ലളിതാ സഹസ്രനാമ സ്തോത്രം രചിച്ചു. അതിനുശേഷം ദേവി എല്ലാ ദേവീദേവന്മാരുടെയും മുന്നിൽ വെച്ച് വശിന്യാദി വാഗ്ദേവതകളോട് ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ പറഞ്ഞു. അവർ അത് പാരായണം ചെയ്തപ്പോൾ അത് കേട്ട് സന്തുഷ്ടയായ ദേവി, എൻ്റെ ഇച്ഛാനുസരണം ലോകമംഗളത്തിനായി വശിന്യാദി വാഗ്ദേവതകൾ രചിച്ചതാണ് ഈ സ്തോത്രമെന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്തോത്രം എൻ്റെ പ്രീതിക്കായി നിത്യവും ജപിക്കണമെന്നും ഇത് നിത്യവും ജപിക്കുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നും അവരുടെ സർവ്വ അഭീഷ്ടങ്ങളും ഞാൻ ഇതുകൊണ്ട് സാധിച്ചു കൊടുക്കുമെന്നും ദേവി തന്നെ അരുളി ചെയ്തു. അത്രയും മഹാത്മ്യമുള്ളതാണ് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം. മറ്റ് സഹസ്രനാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഒരൊറ്റ നാമം പോലും ആവർത്തിക്കുന്നില്ല എന്നത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വശിനി, കാമേശി, അരുണ, സർവേശി, കൗളിനി, വിമല, ജയിനി, മോദിനി ഇവരാണ് ആ 8 വാഗ്ദേവതമാർ. ലളിത ആനന്ദത്തിൻ്റെ ദേവതയാണ്. ശിവൻ്റെ ഭാര്യയായ പാർവതിയുടെ ഒരു വിശേഷണമാണിത്. ലളിതാദേവിയെ ആരാധിക്കാൻ ദേവി ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരാൾക്ക് കഴിയൂ എന്നതാണ് ലളിതാ സഹസ്രനാമം നമ്മോട് പറയുന്ന സത്യം. ലളിതാ സഹസ്രനാമം ദിവ്യമാതാവിൻ്റെ വിവിധ ഗുണങ്ങളെ നാമകരണം ചെയ്യുന്നു. കൂടാതെ ഈ നാമങ്ങളെല്ലാം ഒരു സ്തുതിഗീതാ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഭണ്ഡാസുരൻ്റെ വധത്തിനായിട്ടാണ് ദേവി അവതരിച്ചത്. ദേവന്മാരെയും ലോകത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഭണ്ഡാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി അവതരിച്ചു. മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ചിദഗ്നികുണ്ഡത്തിൽ, അതായത് ജ്ഞാനാഗ്നികുണ്ഡം, അതിൽ നിന്നാണ് ശ്രീ ലളിതാദേവി ആവിർഭവിച്ചത്. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്,
ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത എന്ന്. ദേവന്മാരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച ഭഗവതിയാണ് ശ്രീ ലളിത പരമേശ്വരി ദേവത. വളരെ ശക്തിയുള്ള സ്തോത്രമാണ് ലളിത സഹസ്രനാമ സ്തോത്രം. ശക്തിസ്വരൂപിണിയായ ദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള വളരെ ശക്തിയേറിയ ഈ സ്തോത്രം പാർവതി, ദുർഗ, ഭദ്രകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി, ചാമുണ്ഡി തുടങ്ങിയ ദേവതകളുടെ ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു. ഇത് 5 കൃത്യങ്ങൾക്കുള്ളവയാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയ്ക്കുള്ളത്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം എന്ന് തുടങ്ങുന്നതാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം. ധ്യാന ശ്ലോകം കഴിഞ്ഞതിന് ശേഷം ശ്രീമാത, ശ്രീ മഹാരാജ്ഞി എന്നു തുടങ്ങുന്ന നാമങ്ങളിൽ തുടങ്ങി ശിവശക്തിമാർ ഐക്യപ്പെട്ടിരിക്കുന്ന ലളിതാംബിക എന്ന പേരിൽ പൂർണ്ണമാവുന്നു. ശ്രീചക്ര പൂജയ്ക്ക് ലളിതാ സഹസ്രനാമമാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും ലളിതാ സഹസ്രനാമം പൂജയ്ക്കായി ഉപയോഗിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവ് തൻ്റെ ശക്തി ഉപയോഗിച്ചാണ് സൃഷ്ടി നടത്തുന്നത്. ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയാണ് പരാശക്തി. ഇതേ പരാശക്തിയാണ് ലളിത പരമേശ്വരിയായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഈ പരാശക്തിയായിട്ടുള്ള ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളടങ്ങുന്ന ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഇത് പതിവായി ജപിക്കുന്നതിലൂടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു. വെള്ളി, ചൊവ്വ, പൗർണമി തുടങ്ങിയ ദിവസങ്ങളിൽ ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഇനി ദിവസവും ജപിക്കാൻ കഴിയാത്തവർക്ക് ഈ പറഞ്ഞ വെള്ളി, ചൊവ്വ, പൗർണമി തുടങ്ങിയ ദിവസങ്ങളിൽ ജപിക്കാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ നമുക്കിഷ്ടമുള്ള സമയങ്ങളിൽ ജപിക്കാം. ഓം ശ്രീ മഹാദേവി നമഃ.